നമസ്കാരം. പ്രധാന വാർത്തകൾ. മുനമ്പം കമ്മീഷന് പ്രവർത്തനം തുടരാം. സിംഗിൾ ബെഞ്ച് ഉത്തരവിന് സ്റ്റേ. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് തൽക്കാലത്തേക്ക് പ്രവർത്തനം തുടരാമെന്ന് ഹൈക്കോടതി. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം നിർത്തിവെച്ചുകൊണ്ടുള്ള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. ഹർജിയിൽ തീരുമാനമാകുന്നതുവരെ കമ്മീഷന് തുടരാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ അപ്പീലിൽ വേനലവധിക്ക് ശേഷം ജൂണിൽ പരിഗണിക്കും. ഓഹരി വിപണിയിലെ കറുത്ത ദിനം. കൂപ്പുകുത്തി രൂപ. നിക്ഷേപകർക്ക് നഷ്ടം 19 ലക്ഷം കോടി. ഇന്ത്യൻ ഓഹരി വിപണിയിൽ കനത്ത ഇടിവ്. സെൻസെക്സ് 3000 പോയിന്റിലേറെ നഷ്ടം നേരിട്ടു. നിഫ്റ്റി 1000-ലേറെ പോയിന്റ് ഇടിഞ്ഞു. വ്യാപാരത്തിന്റെ തുടക്കത്തിലെ ഈ കനത്ത ഇടിവ് മൂലം നിക്ഷേപകർക്ക് 19 ലക്ഷം കോടിയിലേറെ രൂപയുടെ നഷ്ടമുണ്ടായി. വിപണികൾ കഴിഞ്ഞ 9 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണ്. മെറ്റൽ ഓഹരികളാണ് ഏറ്റവും കൂടുതൽ ടെക് മെറ്റൽ ഓഹരികളിലാണ് ഏറ്റവും കൂടുതൽ ഇടിവുണ്ടായത്. നിഫ്റ്റി IT സൂചിക 6% ഇടിഞ്ഞു. നിഫ്റ്റി മെറ്റൽ സൂചിക 7% ഇടിഞ്ഞു. ആഗോള വിപണികളിലും ഇടിവ്. ആഗോള ഓഹരി വിപണികളിലെ ഇടിവാണ് ഇന്ത്യൻ വിപണികളെയും ബാധിച്ചത്. US-ൽ നിന്നുള്ള എല്ലാ ഇറക്കുമതികൾക്കും ചൈന 34% താരിഫ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ആഗോള ഓഹരികൾ തകർന്നതോടെയാണ് അനിശ്ചിതത്വം വർദ്ധിച്ചത്. അറസ്റ്റ് തടയണം. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ മുൻകൂർ ജാമ്യം തേടി ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയിൽ. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ മുൻകൂർ ജാമ്യ ഹർജിയുമായി നടൻ ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയെ സമീപിച്ചു. എക്സൈസ് അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും അറസ്റ്റ് തടയണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. നടന്മാരായ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കുമെതിരെയാണ് ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ യുവതി മൊഴി നൽകിയത്. ഇരുവർക്കും ലഹരിമരുന്ന് നൽകാറുണ്ടെന്ന് കണ്ണൂർ സ്വദേശി തസ്ലീമ സുൽത്താൻ മൊഴി നൽകി. 2 കോടി രൂപ വിലമതിക്കുന്ന 3 കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് എക്സൈസ് സംഘം പിടികൂടിയത്. പടക്കം പൊട്ടിച്ചത് ചോദ്യം ചെയ്തു. പെപ്പർ സ്പ്രേയും വടിവാളുമായി എത്തിയ ആക്രമണം. 4 പേർക്ക് വെട്ടേറ്റു. കാസർഗോഡ് 4-ാം മൈലിൽ പടക്കം പൊട്ടിച്ചതിനുമായി ബന്ധപ്പെട്ട് വാക്കുതർക്കത്തെ തുടർന്ന് 4 പേർക്ക് വെട്ടേറ്റു. ഗുരുതരമായി പരിക്കേറ്റ ഇബ്രാഹിം സൈനുദ്ദീൻ, ഫവാസ്, റസാഖ്, മുൻഷീദ് എന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാളും കത്തികളും ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നുവെന്നും ആക്രമിച്ചവർ ലഹരിക്ക് അടിമകളാണോ എന്ന് സംശയമുണ്ടെന്നും പരിക്കേറ്റവർ പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട മൊയ്തീൻ, മിഥിലാജ്, അസറുദ്ദീൻ എന്നിവരെ വിദ്യാനഗർ പോലീസ് അറസ്റ്റ് ചെയ്തു. കന്യാകുമാരി ബാംഗ്ലൂർ എക്സ്പ്രസിന് നേരെ കല്ലേറ്. യാത്രക്കാരന് പരിക്ക്. പാലക്കാട് ട്രെയിനിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ കല്ലേറ്. കല്ലേറിൽ ട്രെയിനിലെ യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു. കന്യാകുമാരി ബാംഗ്ലൂർ എക്സ്പ്രസിന് നേരെയാണ് പാലക്കാട് ലക്കിടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് കല്ലേറുണ്ടായത്. കളമശ്ശേരി സ്വദേശി അക്ഷയ് സുരേഷിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ യാത്രക്കാരനെ കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.